ഇത്തവണത്തെ മുഖ്യ അതിഥി വന്നിട്ടുണ്ട്. നെയ്യ്, തൈലം, നെയ്യ്, വസ, മജ്ജ 4 സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഒന്നീ തൈലം അല്ലെങ്കിൽ നെയ്യ്. ഇതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ മുഖ്യ സ്വീകരിക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ബിഗ് ബോസിൻ്റെ വിന്നറാണ് അഖിൽ മാരാർ, കൊട്ടാരക്കര എന്നുള്ളതാണ്. അത് പുള്ളിയുടെ സാഹിത്യ അവലോകനം എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ പല സിനിമകളിലെ നയനാണ്. ഹലോ, ഇതെന്താ ഞാൻ ഇത്ര വലിയ പരിപാടിയൊക്കെ ഞാൻ ആരും അറിയാതെ വന്നിട്ട് ഷൂട്ട് ചെയ്ത് പോകുന്നത്. താങ്ക് യു. ഇത് ആൾക്കാരെ പരിപാടിയാണ്. നമ്മുടെ മുഖ്യ അതിഥി ആയിട്ടെത്തിയത് അഖിൽ മാരാറാണ്. അഖിൽ മാരാറെ നമ്മുടെ കേരളീയ സമൂഹത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ബിഗ് ബോസിലെ വിന്നറാണ്. ബിഗ് ബോസിൽ പുള്ളി എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ്. അപ്പം നമ്മളൊരു പഴയ പേഷ്യൻ്റ് കൂടിയാണ്. അപ്പം ആദ്യം വന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഫൈനലിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആ വാക്സാമർത്ഥ്യം, നന്നായിട്ട് പരന്ന വായനയുണ്ട്, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാം. അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൽ എൻ്റർ ആയപ്പോൾ തന്നെ വിചാരിച്ചായിരുന്നു ഫൈനൽ എത്തുക മാത്രമല്ല പുള്ളിയാണെങ്കിൽ വിജയിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കൊട്ടാരക്കരക്കാർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒരു ഇതുകൂടാതെ അദ്ദേഹം ചെയ്ത ഒരു ഡയറക്റ്റ് ചെയ്ത സിനിമയുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടോന്ന് എനിക്കറിയില്ല. അന്ന് ഞങ്ങൾ മുഴുവൻ സ്റ്റാഫും കൂടെ പോയാണ് അന്ന് കണ്ടത്. ഒരു താത്വിക അവലോകനം എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കാരണം സന്ദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സർക്കാസം രീതിയിൽ വന്നിട്ടുള്ള ഒരു നല്ല അടിപൊളി കോമഡി സിനിമയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എക്കാലവും നിലനിൽക്കേണ്ട സിനിമ കൂടിയാണ്. കാരണം അത്രമാത്രം സർക്കാസമായിട്ടാണ് നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഒക്കെ ആണെങ്കിൽ അത് വിലയിരുത്തിയത്. അതൊരു നല്ല സിനിമയായിരുന്നു. നിങ്ങൾ കാണാത്തൊരു OTT നിർബന്ധമായിട്ട് കാണുക. നല്ലൊരു സിനിമയാണ്. അതിനുശേഷം അടുത്ത സമയത്ത് മുള്ളംകുലി എന്ന സിനിമയ്ക്കകത്ത് ഉണ്ട്, നായകനായിട്ടുണ്ട്. ഇത് കൂടാതെ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്നതാണ്. നമുക്കെന്തുവരും നമ്മുടെ മുഖ്യമന്ത്രിയെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കാൻ അച്ഛനുണ്ട്, അതേപോലെ തന്നെ നന്ദി പറയാൻ അച്ഛനുണ്ട്, ലക്ഷ്മിയുണ്ട്, മറ്റ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ അഡ്മിറ്റായി കിടക്കുന്ന നമ്മുടെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഈ പറയുന്ന രോഗങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതശൈലിയുടെ പ്രശ്നമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിച്ചിട്ട് ബാക്കി നമുക്ക് പിന്നീട് എടുക്കാം. 1-2 കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെരിക്കോസ് വെയിനെ, കഴുത്തുവേന, നടുവേന, ഇത്രയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വരുന്ന കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നടുവേന അല്ലെങ്കിൽ കഴുത്തുവേന നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തൈലം കൊടുക്കുന്നതാണ്. ഒരുപക്ഷെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമുള്ളതാണ്. സാധാരണഗതിയിൽ എല്ലായിടും പുറമെയാണ് തൈലം പെട്ടത്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളിലേക്ക് തൈലം കഴിക്കുന്നതാണ്. ഉള്ളിലേക്ക് തൈലം കഴിച്ച് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റിസൾട്ടാണ്. നമ്മളേതാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മളാണെങ്കിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ സിരജ ഗുണം എന്ന് പറഞ്ഞ സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു. നിസെക്കൻഡ് വരുന്നുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തൈലം കഴിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന്, അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ രീതി, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സാ രീതി, അടിസ്ഥാന കാരണം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതി, ഏറ്റവും ഫലപ്രദം, ഏറ്റവും കുറഞ്ഞ സമയം, ഏറ്റവും ചെലവ് കുറവ്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അഡ്മിറ്റായിട്ട് കിടക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ മുൻകൂട്ടി ക്യാഷ് വാങ്ങിക്കാറില്ല. അത് മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ ഒരിക്കലും ഒരാളുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി ക്യാഷ് വാങ്ങിക്കാറുള്ള പേഷ്യൻസ് ആണ്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മുൻകൂട്ടി ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരാളുടെ നിന്ന് മുൻകൂട്ടി ക്യാഷ് വാങ്ങിക്കാറില്ല. രോഗം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്യാഷ് വാങ്ങിക്കുന്നത്. അത് നമ്മൾ ഇപ്പോഴൊന്നല്ല, നമ്മൾ തുടങ്ങിയ കാലഘട്ടം മുതൽ ഉള്ള നമ്മുടെ ഒരു പ്രത്യേകതയാണ്. രോഗം അഥവാ ഇപ്പം എല്ലാ കേസും നമുക്ക് മാറ്റാമെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അപൂർവമായിട്ട് ചില കേസുകൾ അറിയില്ലെങ്കിൽ നമ്മൾ ക്യാഷ് വാങ്ങിക്കാറില്ല. 100% നമ്മളാണെങ്കിൽ ആ രോഗം മാറിയതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ക്യാഷ് വാങ്ങിക്കുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ 2 പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യാതിഥിയെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്തു.
പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി ഇവിടേക്ക് വരാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കരുതിയത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ലോകത്തോട് പറയണമെന്നുള്ളതാണ്. എനിക്കൊരു 12 വർഷങ്ങൾക്ക് മുൻപാണ് തോന്നുന്നത്, 2013 നമ്മളെന്താ സ്റ്റാർട്ട് ചെയ്തത്? 12 ഏകദേശം സ്റ്റാർട്ട് ചെയ്ത തുടക്ക സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ റൈറ്റപ്സിൽ എഴുതാറുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ നിർമ്മലാനന്ദ സ്വാമിയുടെ ഒരു വലിയ ഫോളോവറായിരുന്നു. അപ്പം പല അസുഖങ്ങൾക്കും കാരണം നമ്മുടെ ജീവിതശൈലി കൊണ്ടാണെന്നും അതുപോലെ തന്നെ ഞാൻ വളരെ ഇങ്ങനെ നോക്കിക്കാണും, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കാണും. അപ്പം നല്ല ആരോഗ്യത്തോടുകൂടി ജീവിച്ച മനുഷ്യരൊക്കെ എങ്ങനെയാണ് ആരോഗ്യത്തോടുകൂടി ഇരിക്കേണ്ടി വന്നത് എന്ന് നോക്കുമ്പോൾ അവർ നല്ല ആഹാരം കഴിച്ചു, അവർ നന്നായി ജോലി എടുത്തു എന്നൊക്കെയുള്ളതാണ്. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തർക്കും അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പം പലപ്പോഴും പിന്നെ മാത്രമല്ല, ഞാനൊരു മെഡിക്കൽ റെപ്പായിട്ട് 2-2.5 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. അതൊരു റിസർച്ച് കമ്പനി കൂടിയാണ്, അതായത് മരുന്ന് കണ്ടുപിടിക്കുന്ന മരുന്നുണ്ടാക്കുന്ന ഒരു റിസർച്ച് കമ്പനി കൂടിയാണ്. അപ്പോൾ വലിയ പൈസകൾ, കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടി മുടക്കിയാണ് പലപ്പോഴും ഈ മെഡിക്കൽ റിസർച്ചുകൾ നടക്കുന്നത്. അങ്ങനെ മെഡിക്കൽ റിസർച്ചുകൾ വർഷങ്ങളോളം 10-12 വർഷങ്ങളോളം ഒരു മെഡിക്കൽ റിസർച്ച് നടത്തി ഒരു മരുന്ന് കണ്ടുപിടിച്ച് ആ മരുന്ന് മനുഷ്യരിലേക്ക് പരീക്ഷിക്കുന്നതിന് മുൻപ് ഗിനിപ്പന്നികൾ പരീക്ഷിക്കണം. പിന്നെ മനുഷ്യരിൽ പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ആർക്കും അറിയത്തുമില്ല. കാര്യം ചിലപ്പം ഈ മരുന്ന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കും, അപ്പം മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി മനുഷ്യരെ പരീക്ഷണ വസ്തുവാക്കിയിട്ട് വേണം പരീക്ഷണം നടത്താൻ. അപ്പൊ ഇങ്ങനൊക്കെ ചെയ്ത് ഒരു മരുന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ മരുന്ന് ഇത്രയും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെടുത്ത മരുന്നായതുകൊണ്ട് തന്നെ ഈ കോടിക്കണക്കിന് രൂപയെ മാർക്കറ്റിൽ നിന്ന് തന്നെ ഇവർക്ക് തിരിച്ചെടുക്കണം. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹൈ റിസർച്ച് നടത്തി പുറത്തു വരുന്ന ഒരു മരുന്ന് ഒരു പരാജയമാകാൻ ഈ കമ്പനി ആഗ്രഹിക്കാറില്ല. അപ്പൊ അവർക്ക് ഈ പൈസ എവിടുന്നാണ് വേണ്ടത്? രോഗികളിൽ നിന്ന് തന്നെ വേണം. രോഗികളില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? രോഗികളെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഈ അലോപ്പതി രംഗത്ത്, ഞാൻ അലോപ്പതി മേഖലയെ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ പല ട്രീറ്റ്മെന്റുകൾക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് രോഗമില്ലെങ്കിൽ പല ഡോക്ടേഴ്സും നമ്മളെ രോഗിയാക്കാൻ നിർബന്ധിതരാകേണ്ട സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. കാര്യം ആയിരക്കണക്കിന് കോടി മുടക്കി ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന ഒരു കമ്പനിക്ക് നിലനിൽപ്പ് ആവശ്യമാണ്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ പടുത്തുയർത്തുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്കും നിലനിൽപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ രോഗമാണ്, നിങ്ങളെന്ന് പറയുന്ന രോഗിയാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ രോഗിയാക്കി മാറ്റുക എന്നതുമാണ്. പലപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നമ്മളെല്ലാവരും ജീവിക്കാൻ. അതേസമയം ആയുർവേദ ഡോക്ടർമാരെ, നമ്മളെ പഴയ നാട്ടുവൈദ്യന്മാരെ തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു 90% മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് അവരുടെ മനസ്സിന്റെ ഒരു നന്മ, അല്ലെങ്കിൽ തനിക്ക് ദൈവം തന്നേക്കുന്ന ഒരു കഴിവ്, താൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മരുന്നെടുത്ത് അതിനൊരു പച്ചവെള്ളമായിക്കോട്ടെ അതൊരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ സമയത്ത് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രോഗം മാറുന്ന ഒരുപാട് വൈദ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും പണം ഉണ്ടാക്കുകയായിരുന്നില്ല ലക്ഷ്യം. അപ്പൊ ഇത്തരത്തില് ഒരു സമൂഹത്തെ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ പ്രവർത്തിക്കുന്നത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ആയുർവേദ രംഗത്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സത്യസന്ധമായി നമ്മുടെ പ്രകൃതി ചികിത്സയെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു യാഥാർത്ഥ്യം എപ്പോഴും മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് എല്ലാവരെയും ആശ്രയിക്കണം. അതായത് അലോപ്പതി വേണ്ടടുത്ത് അലോപ്പതി വേണം, ആയുർവേദം വേണ്ടടുത്ത് ആയുർവേദം വേണം. പക്ഷെ ആയുർവേദം ഒരു ജീവിതചര്യ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി ലക്ഷക്കണക്കിന് രൂപ കളയേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഈ ജീവിതചര്യ പിന്തുടരുക. നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർ സ്മിത്തിനെ പോലെ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന അറിവുകളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഭാവിയിൽ ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയിൽ കൊണ്ടുകൊടുത്ത് ഒരു കാലത്ത് നിങ്ങൾ സമ്പാദിച്ച പണം ശരീരം മറന്ന് സമ്പാദിച്ചതാണ്. പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ സമ്പാദിച്ച പണമെല്ലാം ശരീരത്തിന് വേണ്ടി കൊണ്ടുകളയുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ ഭാവി കാലത്ത് നമ്മുടെ ശരീരം പതിയെ വീക്കായി തുടങ്ങുമ്പോൾ മാനസികമായിട്ട് കരുത്താർജിക്കാൻ വേണ്ടിയിട്ട് നല്ല ജീവിതശൈലികൾ പിന്തുടരാൻ വേണ്ടിയിട്ടും ആ ജീവിതശൈലികളെ കൂടുതൽ മനോഹരമാക്കി നിലനിർത്താനും നിങ്ങളുടെ തെറ്റായ ജീവിതശൈലികൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ശരീരത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ പാർശ്വഫലമില്ലാത്ത മരുന്നുകൾ നൽകിക്കൊണ്ടും അറിവുകൾ പകർന്നു നൽകിക്കൊണ്ടും ആ ഒരു ചികിത്സ ഫലപ്രദമായി തുടർന്നു കൊണ്ടുപോകുന്ന അരീക്കൽ പോലെ ധാരാളം നല്ല ആശുപത്രികൾ കേരളത്തിലുണ്ട്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ആയിരക്കണക്കിന് കോടി ആസ്തിയുള്ള ഒരു വലിയ മനുഷ്യനാണ് സോഹൻ റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം സോഹൻ റോയ് സാറൊക്കെ ലോകത്തിന്റെ ഏത് വിശ്വാസ്യത ജനങ്ങൾക്ക് വന്നതുകൊണ്ടാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഇപ്പൊ പണ്ട് 10 പേഷ്യൻസ് ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ
അല്ല ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം ആൾക്കാർ എണ്ണം കൂടുന്നതനുസരിച്ച് ഹോസ്പിറ്റൽ അതുപോലെ വികസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ വികസിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം രോഗികൾക്ക് ഹോസ്പിറ്റലിനോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ സ്മിത്തും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ച സ്കൂളിലെ മാനേജറാണ് ലക്ഷ്മി. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളെല്ലാവരും പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒരു സുഹൃത്തുക്കൾ എന്നതിലുപരി ഓരോരുത്തരും അവരുടെ കർമ്മ മേഖലയിൽ സമൂഹത്തിൽ ചെയ്യുന്ന നന്മകളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതൊരു പരസ്യമല്ല. അപ്പം ഞാൻ ഒരു കാര്യം സമൂഹത്തോട് പറയുമ്പോൾ അതൊരു പരസ്യമായി മാറിക്കഴിഞ്ഞാൽ കാര്യമില്ല. അതിനേക്കാൾ ഉപരി ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്ന ജനതയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ പറയുന്നത് കൊണ്ട് എനിക്കോ സമൂഹത്തിനോ പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ വിളിച്ച ഉടനെ തീർച്ചയായിട്ടും ഞാൻ വരാം. എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തോട് പങ്കുവയ്ക്കാമെന്ന് കരുതി ഞാനിവിടെ വന്നത്. പക്ഷേ ഇങ്ങനൊരു ക്രൗഡോ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചല്ല. രണ്ടായാലും എല്ലാവരും കാണാൻ കഴിഞ്ഞതിലും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന വിവിധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തീർച്ചയായിട്ടും അരീക്കൽ നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അസുഖങ്ങളൊക്കെ മാറട്ടെ. പിന്നെ കെട്ടിപ്പൊക്കുന്ന വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിപ്പൊക്കുന്ന ആശുപത്രികളൊക്കെ നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ വികസനമാണെന്നാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും മറ്റുള്ളവരൊക്കെ പറയുന്നത്. കെട്ടിപ്പൊക്കുന്ന വലിയ ആശുപത്രികൾ ആരോഗ്യരംഗത്തിന്റെ വികസനമല്ല, ആരോഗ്യരംഗത്തിന്റെ നാശമാണ്. നമുക്ക് രോഗം ഉണ്ടെങ്കിൽ മാത്രമേ ആശുപത്രികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം അത്രയേറെ രോഗികൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഇത്രയേറെ ആശുപത്രികളുണ്ട് എന്ന് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അതിനേക്കാൾ ഉപരി കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഭാരതീയ സംസ്കാര പ്രകാരം ഇവിടുത്തെ ചരകനും സുശ്രുതനും ഭാരതത്തിന് സമ്മാനിച്ച മഹത്തായ അറിവുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ അറിവുകൾ നിങ്ങൾക്കായി പകർന്നു നൽകുന്ന, ഉള്ളിൽ നന്മയുള്ള, നിങ്ങളുടെ രോഗം മാറണമെന്ന് പ്രാർത്ഥനയുള്ള ഓരോ വിശ്വംഭരന്മാരും നിങ്ങളുടെ ഏറ്റവും വലിയ ഐശ്വര്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അരീക്കൽ ആയുർവേദ ആശുപത്രിക്ക്, അരീക്കൽ ഹോസ്പിറ്റലിനും ഡോക്ടർ സ്മിത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്, എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു. ആശംസ പറയണം. എല്ലാവർക്കും നമസ്കാരം. അഖിലാണിന്ന് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും സന്തോഷമായി. കഴിഞ്ഞ ഒരു 2 മാസമായി സ്കൂളിൽ വന്നിട്ടല്ലേ. അപ്പോൾ എന്താണ് അഖിലിനോട് ശരിക്കൊരു ഹോംലി ഫീലിംഗ് ആണ്. അപ്പം പ്രത്യേകിച്ച് ആശംസ എടുത്ത് പറഞ്ഞ് ഒരു ഗസ്റ്റിനെ കൊടുക്കേണ്ട ആശംസയെക്കാളുപരി നമ്മുടെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇവിടെ വന്ന ഒരു തോന്നലേ എനിക്കുള്ളൂ. ആ ഒരു ഫീലിങ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അഖിലിന് ഇനിയും വരിക, ഒരു ഗസ്റ്റായിട്ടൊന്നുമല്ല. നന്ദി. മാന്യ സദസ്സിന് നമസ്കാരം. ഇവിടെ ഒരു വലിയ ഫാക്ഷനായിട്ടൊന്നുമല്ല. ശ്രീ അഹി മാരാര് ഡോക്ടർ ക്ഷണിച്ചു.